പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം വിവിധ ദേശങ്ങളിൽ രാജ്യങ്ങളിലായിരുന്നു കൊണ്ടാണല്ലോ നാം ഈ മീറ്റിങ്ങിന് സംബന്ധിക്കുന്നത്. പലവിധമാകുന്ന വിഷയങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് വചനം പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ വിവിധ ഭാരങ്ങളുമായി ഇരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് നന്നായിട്ട് സംസാരിക്കും. വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി അനേക രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ദൈവാത്മാവ് കൊടുത്ത ദർശനപ്രകാരം നിയോഗപ്രകാരം ഈ പ്രാർത്ഥന മുൻപോട്ട് പോകുമ്പോൾ വലിയവനായ ദൈവം ഇതിനകത്ത് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. തുടർന്ന് നിങ്ങൾ പോകുന്ന ആ മിഷൻ ട്രിപ്പിനെ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലനങ്ങൾ ദാസന്മാരിൽ കൂടി നടക്കട്ടെ. ദൈവത്തിന്റെ മഹാപ്രവർത്തികൾ ആമേൻ. വേഗം ഓടുന്ന വചനത്തിന്റെ ശക്തി ആമേൻ. ഇത് അന്ത്യകാലമാണല്ലോ. അനേകയിടങ്ങളിൽ അനേകരെ സ്വാധീനിക്കത്തക്കമാണ്. ആത്മാവിന്റെ നിറവിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ സ്നാന ശുശ്രൂഷകൾ നടക്കുവാൻ ദൈവാത്മാവ് ആമേൻ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കട്ടെ. യാത്രകളെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ പറയുകയാണ്. ഇവിടെ മഴ നല്ല ശക്തമായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയി എങ്കിലും പിന്നെയും ജോയിൻ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി സുപരിചിതവും ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഭാഗം നിങ്ങളുടെ മധ്യേ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് നിന്ന് 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നാം വായിക്കുവാനിടയായിത്തീർന്നത്. അതിൽ 3 കഥാപാത്രങ്ങളെ ആ സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ കാണുന്നുണ്ട്. 1 ദുഷ്ടൻ, 2 പാപി, 3 പരിഹാസി. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വാധീനമില്ലാത്ത മനുഷ്യനെ ദുഷ്ടൻ എന്ന പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോറി, ഇടയ്ക്കൊരു കോള് കയറി വന്നതാണ്. മ്യൂട്ട് ചെയ്യാൻ മറന്നു ഈ വാർത്തെ. ഓക്കെ, കേക്കാലോ? പാപി എന്ന് പറയുന്നത് ദുഷ്ടതയോട് തന്റെ പാപം കൂട്ടിച്ചേർക്കുന്നവനെയാണ് പാപി എന്ന് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. പരിഹാസി, വിശുദ്ധമായതിനെ പരിഹസിക്കുന്നവനെ നമ്മൾ പരിഹാസി എന്ന് പറയുന്നു. ഇങ്ങനെ 3 കഥാപാത്രങ്ങളെ സങ്കീർത്തനക്കാരൻ അവിടെ വെളിപ്പെടുത്തുമ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു താക്കീത് ാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇത് 3 ഒരു ആഹ്വാനമായിട്ട് തന്റെ ജനത്തിന് അവിടെ കൊടുത്തിട്ട് അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെ ഈ സങ്കീർത്തനത്തിനകത്ത് ഭാഗ്യവാൻ എന്ന ലിസ്റ്റിൽ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് ലോകം പരിചയപ്പെടുത്തും. ഒരു ലോട്ടറി അടിച്ചാൽ പുള്ളിക്കാരനെ ഭാഗ്യവാൻ എന്ന് ലോകം പുകഴ്ത്തും. ഒരു കാറുണ്ടെങ്കിൽ, ഒരു നല്ല അല്ലെങ്കിൽ വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യമായി നോക്കുമ്പോൾ ആ വ്യക്തി ഒരു ഭാഗ്യവാനാണ്. പക്ഷെ ദൈവവചനം പറഞ്ഞത് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത്രയും പറഞ്ഞു നിന്നിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, അവൻ ഏവൻ എന്ന് ചോദിച്ചാൽ ആമേൻ 4 അല്ലെങ്കിൽ ഫസ്റ്റത്തെ തുടക്കത്തിൽ തന്നെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോകാത്തവൻ, പാപികളുടെ വഴി നിൽക്കാത്തവൻ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ. ഇത് 3ഉം വിട്ടൊഴിഞ്ഞിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രം രാവും പകലും സന്തോഷിക്കുന്ന മനുഷ്യനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്റെ ഉള്ളത്തിനകത്തിട്ട ചെറിയൊരു ചിന്തയാണ്: ഇലവാടാത്ത വൃക്ഷം. നമ്മെ നട്ടിരിക്കുന്നത് എവിടെയാണ്? പുറംപറമ്പിൽ കിടന്ന നമ്മെ, ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ, ഓരോ വ്യക്തിക്കും അലിവ് തോന്നാതിരുന്ന നമ്മെ ചേർത്തടച്ച് അല്ലെങ്കിൽ തേടിയെത്തി ആ സ്നേഹത്തിന്റെ ആഴമൊന്ന് മനസ്സിലാക്കണമേ. എവിടെയാ നട്ടത്? നമ്മളെ ഓരോരുത്തരെയും ആറ്റരികത്ത് നമ്മെ നട്ടിരിക്കുകയാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ വാടിപ്പോകാനല്ല, എവിടെയെങ്കിലും നീ നിൽക്കേണ്ട വൃക്ഷമല്ല. നിന്റെ ഒരു നദീ തീരത്ത്, പരിശുദ്ധാത്മാവാകുന്ന നദീ തീരത്ത് നിന്നെ കൊണ്ടുവന്ന് നിന്നെ നട്ട
നട്ടതിന്റെ പിന്നിൽ നീ ഫലം കായ്ക്കണം. നീ തളർന്നു പോകാതെ, നീ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ചോദ്യങ്ങൾ വരുമ്പോൾ, ആമേൻ, ഇടറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, ആമേൻ, നിന്റെ ഇലയ്ക്ക് വാട്ടം തട്ടരുത്. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ പഴിക്കരുത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാണ്. പലപ്പോഴും ഇല വാടിപ്പോകും. ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വേരാണ്. നമുക്കറിയാം, ആ വൃക്ഷത്തെ നിലനിർത്തിയിരിക്കുന്ന ആ വേരിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒത്തിരി പ്രതിസന്ധികളുടെ ഇടയിൽ കൂടെയാണ് ആ വേര് വളർന്ന്, അല്ലെങ്കിൽ എങ്ങനെയാ ഒത്തിരി കല്ലുകൾ അങ്ങനെ താഴോട്ട് പോകും, അല്ലെങ്കിൽ അതിന് എതിരെ നിപ്പുണ്ട്, ഒത്തിരി പാറ കടുപ്പമുള്ള സ്ഥലമാണ്. പക്ഷെ വെള്ളം എവിടെയുണ്ടോ ആ വെള്ളത്തിന്റെ നീരോട്ടം ഒഴുക്ക് അല്ലെങ്കിൽ അനുസരിച്ച് ഈ വേര് പടർന്നിങ്ങനെ പിടിക്കുവാനിടയായി തീർന്നും. കല്ലുകൾക്ക് മീതെ കൂടെ അല്ലെങ്കിൽ അടുത്തൊരു വേരിന്റെ പിറകിൽ കൂടെ, എങ്ങനെ പല സാഹചര്യത്തിലാണ് ആ വൃക്ഷത്തെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു ദൈവ പൈതലിനെ ഒരു വൃക്ഷമായിട്ട് ഉപമിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, നമ്മൾ വേര് എവിടെയാണ് ഊന്നിയിരിക്കുന്നത്. വചനം പറയുന്നു, ക്രിസ്തുവിൽ വേരൂന്നിയവരായിരിക്കണം. ഈ ലോകത്തിലൊന്നും നമ്മൾ വേരൂന്നാൻ പോകരുത്. ആഴമേറിയ ആ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ ആഴമേറിയ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ കാറ്റടിക്കും, വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, നമ്മെ തകർത്ത് കളയുക, വീടിന്മേൽ അത് ആഞ്ഞടിക്കും, പക്ഷേ അത് തകർന്നു പോകത്തില്ല. ഇന്ന് പകൽക്കാലം പലതും നമ്മുടെ ജീവിതത്തിനകത്ത് മാറി മാറി അടിച്ചുയർന്നപ്പോൾ താങ്ങി നടത്തിയ ദൈവമുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഇല വാടിപ്പോകരുത്, ഇല വാടിപ്പോകരുത്. വെയിൽ അടിക്കും നന്നായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ക്ലേശങ്ങൾ ആഞ്ഞടിക്കും, രോഗങ്ങൾ കടന്നു വരും. പക്ഷേ ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവാകുന്ന നദീ തീരം വിട്ട് നീ അകന്നു പോകരുത്. യേശുവിനുള്ള ബന്ധം വിട്ട് നീ മാറിപ്പോകരുത്. ക്രിസ്തുവിൽ വേരൂന്നിയിരുന്നാൽ ക്രിസ്തുവിൽ അടിസ്ഥാനം ഉറപ്പിച്ചിരുന്ന, ക്രിസ്തുവിൽ ഉറപ്പോടെ നിന്ന പതറിപ്പോകത്തില്ല. ജയം നിന്റെ പക്കലുണ്ട്. ഇന്ന് നിന്നയാണോ, ഇന്ന് പരിഹാസമാണോ, അതിനപ്പുറം ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ഇല വാടി പോകത്തില്ല. ഹല്ലേലൂയ. ആ വൃക്ഷത്തിന് അറിയത്തില്ല ഈ വേര് എത്രത്തോളം ആഴത്തിൽ പോകുന്നുവെന്ന്. പക്ഷെ ഈ വൃക്ഷത്തിന് സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് ഉറപ്പുള്ള വേരാണ്. ഹല്ലേലൂയ. വൃക്ഷത്തിന് നമുക്കൊന്ന് എടുത്ത് പഠിച്ചു നോക്കിയാൽ ഒത്തിരി ശിഖരങ്ങളുണ്ട്, ഫലമുണ്ട്, പൂക്കളുണ്ട്. അതിനുപരിയായി നല്ല വണ്ണത്തിലുള്ള ഒരു ഒറ്റത്തടി വൃക്ഷം നിങ്ങൾ ചിന്തിക്കുക. അതിന്റെ ശിഖരങ്ങളൊക്കെ ഉറപ്പോടെ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. വേറൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, യെരമ്യാവിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൽ 8-ാമത്തെ വാക്യം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതും പോലെയുള്ള വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മെ നട്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നു വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മളുടെ നിപ്പ് എവിടെയാണ്? ആറ്റരികത്താണോ നാം ഇപ്പോൾ നിൽക്കുന്നത്, അതോ അത് വിട്ടു നമ്മൾ മാറിപ്പോയോ? ഇപ്പോൾ ആറ്റിന്റെ അരികം പോയിട്ട് എവിടെയൊക്കെയോ മാറി മുമ്പിലോട്ട് പോകുന്നെങ്കിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്നെ നട്ടിരിക്കുന്നിടത്ത് നിന്നാൽ മതി, അപ്പുറം ഇപ്പുറം ചാടി ഓടി പോകണ്ട. നീ നിൽക്കുന്നത് അറ്റിന്റെ അരികത്ത് തന്നെയാണ്. ആ നദിക്കൊരു പ്രത്യേകതയുണ്ട്, ചലിക്കുന്ന പ്രാണികൾ ഒഴുകുന്ന നദി. ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ജീവൻ വ്യാപരിക്കുന്ന നദി. ഈ നദിക്കകത്ത് ഇറങ്ങിയവർ ആത്മചൈതന്യം പ്രാപിച്ച് ആ നദിയുടെ പ്രത്യേകത അരയോളമായിരുന്നു. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദി അവർക്ക് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവാകുന്ന നദീ തീരത്ത് നിൽക്കുന്ന ദൈവ പൈതലേ,
നിനക്ക് ഉഷ്ണം തട്ടുക, ആമേ ഉഷ്ണമില്ല എന്നല്ല, ആമേ വരട്ടെയില്ല എന്നല്ല, പക്ഷെ അതിന്റെ നടുവില് ഉഷ്ണം തട്ടുമ്പോ നീ പേടിക്കത്തില്ല. ആമേ തീർന്നില്ല, നിന്റെ ഇലകൾ പച്ചയായിരിക്കും, ഇല കൊഴിഞ്ഞു പോകത്തില്ല, ഇലയ്ക്കൊരു കോട്ടവും സംഭവിക്കത്തില്ല, ഇല വാടി തളർന്നിരിക്കത്തില്ല. നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെപ്പോഴും പച്ച നിറത്തിൽ പച്ചപ്പുള്ള ഒരു മനോഹരമായിരിക്കുന്ന മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ അതിന് നിപ്പ് തന്നെ വളരെ അനുഗ്രഹമാണ്. ഇന്ന് ആമേ പറയട്ടെ, ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഇലകളാണ് മറ്റുള്ളവയ്ക്ക് തണൽ നൽകുന്നത്. ചുട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വെയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ആ വെയിലിൽ നിന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നു. ആമൻ ഒത്തിരി വെയിലുകൾ തന്നെ അല്ലെങ്കിൽ ആ ഇലകൾക്ക് ആമേൻ ഇങ്ങനെ കൊള്ളുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം അവരുടെ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന ആ വൃക്ഷത്തെ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ നാം ഒരു വൃക്ഷമായിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്നവർക്ക്, നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമ്മളൊരു തണുപ്പിക്കുന്ന ഒരു അനുഭവമായി, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമായി, അവരോട് ആലോചന പറയുന്ന അനുഭവമായി, ക്രിസ്തുവിൽ അവരെ ഉറപ്പിക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ ജീവിതങ്ങൾക്കകത്തുണ്ടാകട്ടെ. പല വിധത്തിൽ നമ്മെ തകർക്കുവാൻ വേണ്ടി പ്രതികൂലമാകുന്ന കാറ്റുകൾ അടിച്ചെന്ന് വരാം, നദീ തീരത്ത് നമ്മെ പിഴുതും മാറ്റുവാൻ വേണ്ടി പ്രശ്നങ്ങൾ വന്നെന്ന് വരാം. പക്ഷെ തളർന്നു പോകരുത്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഈ നദീ തീരം വിട്ട് നീ പോകരുത്, ഈ നദീ തീരം നീ അകന്നു മാറരുത്. എന്നാൽ നിന്റെ നിലനിൽപ്പ് ആമേൻ അധികം മുന്നോട്ട് പോകത്തില്ല. ആ വൃക്ഷം പരാജയപ്പെടും, ആ വൃക്ഷത്തിന് നിലനിൽപ്പില്ല, വാടിക്കൊഴഞ്ഞു പോകും. പിന്നെ ഒരു വെയിലടിച്ചാൽ പിന്നെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് തളർന്നു പോകുവാനിടയായി തീരും. അതുകൊണ്ട് നീ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ നിന്നെ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. ആറ്റരികത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഏത് സാഹചര്യത്തിലും വെള്ളം വലിച്ചെടുക്കത്തക്കവണ്ണം വേരിനെ സജീവമാക്കിക്കൊണ്ട് അറ്റിന്റെ അരികത്ത് ദൂരത്തുകൊണ്ട് നട്ടാ മതിയായിരുന്നു. പക്ഷെ നിന്നെ നട്ടിരിക്കുന്നത് അറ്റിന്റെ അരികത്താണ് നട്ടിരിക്കുന്നത്. ഈ ആദി എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവാകുന്ന നദി. ഇവിടെ പറഞ്ഞ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ അറ്റരികത്ത് നട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിനകത്തുള്ളതിനെ നീ ഉപേക്ഷിക്കരുത്, അതിനെ നീ തള്ളിക്കളയരുത്. നമുക്കറിയാം സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ ശലോമോൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത് ഹല്ലേലൂയ അവിടെ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം, വചനത്തെ വിട്ടുമാറരുത്. 4-ാം അധ്യായം അതിനെ ആമേൻ സ്തോത്രം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ജ്ഞാനം സമ്പാദിക്കാം, വിവേകം നേടുക, മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. വചനങ്ങളെ വിട്ടുമാറരുത്. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വചന ജീവനും ചൈതന്യവും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, ആത്മാവിനെയും പ്രാണനെയും സന്ധിവജ്ജകളെ വരെ വേർപിടിക്കുന്ന തുളച്ചെല്ലുന്നതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് അത് ഉരുവിടണം. അത് അമ്മ പറയുമ്പോൾ തന്നെ എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു വാക്യം ഞാൻ പറയട്ടെ. ആമേൻ ഈ പ്രസംഗ വേദികളിലൊക്കെ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭയം ഉള്ളിനകത്ത് വരും. കർത്താവേ, ഇവരുടെയൊക്കെ മുമ്പിൽ എന്താ ഞാൻ പറയണത്, എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിക്കണം അറിയത്തില്ല. അപ്പോഴൊക്കെ എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു വചനം നിങ്ങളുടെ മധ്യ ഷെയർ ചെയ്യാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. ആമേൻ ആമേൻ. ശുശ്രൂഷയ്ക്ക് മീറ്റിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആ വാക്യം ഒരു 5-6 പ്രാവശ്യം ഹൃദയത്തിനകത്ത് പറയുമ്പോൾ തന്നെ എന്നെ ശക്തനാക്കുന്നവന്റെ അടുക്കലുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നതിന്റെ അടുക്കലുണ്ട്, എന്നെ അല്ലെങ്കിൽ എന്നെ നടത്തുന്നവർ, എന്റെ കൂടെ ഇരിക്കുന്നവർ, എന്നെ ശക്തനാക്കുന്നവർ. ഞാൻ അശക്തനാണ്, എനിക്ക് ശക്തിയില്ല, പക്ഷെ എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആ വചനം ആമേൻ അത് പറയുമ്പോൾ തന്നെ എവിടെ നിന്ന് അറിയാത്തൊരു ശക്തി ആമേൻ ആമേൻ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ആത്മാവിന്റെ അളവറ്റ വ്യാപാരം അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇന്ന് പകൽക്കാലം വചനമൊന്ന് ഉരുട്, വചനമൊന്ന് പറയേ, അന്ധകാര ശക്തികൾ മാറിപ്പോകും. വചനത്തിലെ ശക്തി നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ, നമ്മുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെടട്ടെ. വചനം പ്രവചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. ഈ വചനം ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, എന്റെ വചനമോ മാറിപ്പോകത്തില്ല. ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാത്ത ഈ ദൈവത്തിന്റെ വചനം രാവും പകലും ധ്യാനിക്കുക,
ദൈവ പൈതലേ, നീ സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവ പൈതലേ, നീ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാ. എത്ര നാളായി ആത്മാർത്ഥതയോടൊന്ന് ബൈബിൾ വായിച്ചിട്ട് അയ്യോ 30 അല്ലെങ്കിൽ 365 ദിവസം കൊണ്ട് ഈ പുസ്തകം വായിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ആ കടമയ്ക്ക് വേണ്ടി ആരും വായിക്കരുത്. വായിക്കുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് വായിച്ചാൽ ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. ഈ വചനം നിങ്ങൾക്ക് സൗഖ്യം നൽകും. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും. ഈ വചനം അന്യാരാധന ശക്തികളെ തകർക്കും. ഈ വചന ഹൃദയങ്ങൾക്കകത്ത് രൂപാന്തരം വരുത്തും. തീർന്നില്ല. ഹല്ലേലൂയ. സർജറി കൂടാതെയുള്ള വിടുതലുകൾ ശരീരത്തിനകത്ത് അനുഭവിക്കും. രക്തം പൊടിയാതെ, കത്തി ഉപയോഗിക്കാതെ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കും. ഇന്ന് നമ്മുടെ നാവിനകത്ത് ആമേൻ ആമേൻ ആ വചനം ഒന്ന് ഉരുവിട്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു വാദം നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. ആമേൻ. അധികാരത്തോടെ പറ, കർത്താവേ, ഈ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇത് എന്നോടുള്ള അരുളപ്പാടാ. ആമേൻ ആമേൻ ആമേൻ. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് പറയാമോ ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ വചനം ഒന്ന് ധ്യാനിക്കേ. ആമേൻ. ഞാൻ ധ്യാനിച്ചു. ആമേൻ. ദാവീദ് പറഞ്ഞു, ധ്യാനത്തിങ്ങൾ തീ കത്തി. ആമേൻ. ഇന്ന് പകൽക്കാലം ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ ആമേൻ ആമേൻ. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ വചനത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നവരുണ്ടോ? ആമേൻ. ഇന്ന് സമയം കിട്ടുന്നുണ്ടോ? എല്ലാവരും ബിസിയായി പോയില്ലേ? എല്ലാവർക്കും ആമേൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ ഒരു അധ്യായം വായിച്ച്, കർത്താവേ, ഇതിൽ നിന്ന് എന്നോടൊന്ന് സംസാരിക്കണമേ, ഇതിൽ എനിക്ക് ആലോചന നൽകണമേ, പോകേണ്ടുന്ന വഴി ഇതിനകത്തുണ്ട്, ഇത് എന്നോടൊന്ന് ഇടപെടണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ വചനം വായിക്കുന്നുണ്ട്? എത്ര പേർ ആ നിത്യജീവമൊഴികൾ, പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ അങ്ങിലുണ്ട് പലരെ. അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല. നിന്റെ വായിൽ നിന്ന് വരുന്ന തേൻകട്ടേക്കാളും മൃദുവായ ആ നിത്യജീവന്റെ മൊഴികൾ അത് കേൾക്കുവാനാ ഞങ്ങൾക്ക് ആഗ്രഹം. അനുകരിക്കാനോ അത് അനുഭവിക്കാനോ ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് ഒരിടത്തും പോണ്ട, എന്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്ന പത്രോസിനെ പോലെ ഈ നാളുകൾ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഇതിനകത്ത് പ്രവചനങ്ങൾ ഉണ്ടെന്നേ, നിന്നോട് സംസാരിക്കുന്ന ദൂതുകൾ ഉണ്ടെന്നേ. ഒരു പ്രവാചകനെ തേടി പോകണ്ട. ഇരിക്കുന്ന ഇടത്ത് നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് മാറ്റമില്ലാത്ത വചനം നിന്നോട് ഇടപെടുവാനിടയായിത്തീരും. ഇവിടെ വ്യക്തമായി പറയുന്നു, വചനത്തെ വിട്ടു മാറരുത്. ഇന്ന് വചനത്തെ വിട്ടു മാറുന്ന ഒരു സമൂഹം, ന്യൂ ജനറേഷനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വചനം വേണ്ട, എങ്ങനെ പോയാലും കുഴപ്പമില്ല. ആമേൻ. എങ്ങനെ അടിച്ചു പൊളിച്ചാലും കുഴപ്പമില്ല. വചനത്തിന് വിരുദ്ധമായി മായം ചേർക്കുന്ന പലതോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമൻ വിളിച്ചു പറയുന്നു, വചനത്തെ വിട്ടു മാറരുത്. നിനക്ക് പോകേണ്ടുന്ന വഴി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വഴി വിട്ടു നീ പോയാ അത് ശാപത്തിന് കാരണമായി തീരും. നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഹോഷിപ്പാ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗം തീർന്നു പോയിട്ടില്ല. ദൈവമക്കളൊന്ന് വിളിക്കപ്പെടുവാൻ കണ്ടോ, ആ പദത്തിനകത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മളെ കാണുന്നവർ പറയണോ, ഇവർ ദൈവ പൈതലാണ്, ക്രിസ്തുവിന്റെ പത്രമാണ്, ആമേൻ ആമേൻ, ക്രിസ്തുവിന്റെ അനുയായിയാണ്, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടെന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക. അത് അങ്ങനെ നിവർത്തീകരണം പ്രാപിക്കണമെങ്കിൽ വചനം എന്നും ധ്യാനിക്കണം. സമയം കിട്ടുമ്പോൾ മറ്റുള്ള ഒന്നിനും നമ്മൾ മുമ്പിൽ ചെന്നിരുന്ന അല്ലെങ്കിൽ ഒന്നും കണ്ട് സമയം കളയാതെ ഹല്ലേലൂയ വിശുദ്ധ വേദ പുസ്തകത്തെ മാറോട് ചേർത്ത് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമെങ്കിൽ ആമേൻ 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 വ്യക്തമായി വ്യക്തമായി ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഇതിനെ മരുഭൂമിയിൽ വശീകരിച്ചു കൊണ്ടുപോയി കൃത്യമായി ആരോടും പറയാത്ത രീതിയിൽ ഹാഗറിനോട് ചോദിച്ചാൽ പറയോ, എന്നോട് ഹാഗറേ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ച് അബ്രഹാം എന്നെ മറന്നുപോയി, എന്റെ മരത്തിയായ സാറ എന്നെ ഉപേക്ഷിച്ച് ഒരു തുരുത്തിയിൽ വെള്ളമൊപ്പമായി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല, ആരാശ്വാസം തരുമെന്ന് എനിക്കറിയത്തില്ല. സ്നേഹിച്ചവരും ആശ്രയിച്ചവരൊക്കെ എന്നെ പുറംകാലു കൊണ്ട് തട്ടിക്കളഞ്ഞു. പക്ഷെ മരുഭൂമിയിൽ അബ്രഹാം കൊടുത്തുവിട്ട വെള്ളം തീർന്നു പോയി, അപ്പം തീർന്നു പോയി, ആശ്രയത്തിന് അറിവില്ല. അതിന്റെ നടുവിൽ മരണം മുഖാമുഖമായി കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ബാലന്റെ നിലവിളി കാണണ്ട എന്ന് പറഞ്ഞ്
അൻപിൻപാടകലെ വന്ന് കരയുന്ന ആ സഹോദരടുക്ക് ദൂതനിറങ്ങി, ഹാഗറേ നീ കരയുന്നത് എന്ത്? ഇത് പകൽക്കാലം കരയുന്നവരെ കണ്ട് മാറിപ്പോകുന്ന ദൈവമല്ല. മരുഭൂമിയുടെ നടുവിൽ അബ്രഹാം തന്നുവിട്ട് തീർന്നു പോകും. ലോകം തരുന്നത് ചൂടേറിയ മരുഭൂമിയിൽ അസ്തമിച്ചു പോകും. ലോകത്തിന്റെ സ്നേഹ മരുഭൂ യാത്രയിൽ അവസാനത്തോളം നിൽക്കത്തില്ല, അത് പകുതി വഴി തീർന്നു പോകും. എന്നാൽ തീർന്നു പോകുന്ന ഇടത്തു നിന്ന് നിനക്ക് വേണ്ടി ഉറവ തുറന്ന്, നിന്റെ കണ്ണു തുറന്ന്, കാലി തുരുത്തിയെ നിറച്ച് തലമുറയ്ക്ക് കൊടുത്ത് അവൻ ജീവൻ പ്രാപിക്കുക, നിന്നോട് കൃത്യമായി ഇടപെടുക, നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ നാഥനൊരു പദ്ധതിയുണ്ട്. അബ്രഹാം പുറത്താക്കിയത് എന്റെ ദൈവം അറിയാതെയല്ല. ആമേൻ, ആമേൻ. സാറ നിന്നെ നിന്ദിച്ചത്, സാറ നിന്നെ പരിഹസിച്ചത് ദൈവം അറിയാതെയല്ല. ഒരു വാഗ്ദത്തം നിന്റെ മേൽ ദൈവത്തിന് പറയാനുണ്ട്. നിന്റെ സന്തതിയെ കുറിച്ച് ദൈവത്തിനൊരു അരുളപ്പാട് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീ, ആമേൻ, നിന്റെ പേരിന്റെ അർത്ഥം എന്തെന്നറിയാവോ? ഹാഗർ എന്ന പേരിന്റെ അർത്ഥം അലയുന്നവൾ. അവളുടെ പേര് പോയി അവൾ അലയുകയാ. സമാധാനത്തിനു വേണ്ടി, ഹല്ലേലൂയ, വെള്ളത്തിനു വേണ്ടി, അല്ലെങ്കിൽ സന്തോഷത്തിനു വേണ്ടി, ആമേൻ, ആമേൻ, ഒറ്റപ്പെടുന്ന നടുവിൽ അവൾ അലയുമ്പോൾ, അവൾ ആമേൻ അലഞ്ഞ് കരഞ്ഞിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നൊരു ദൂതൻ പറയുന്ന ശബ്ദമുണ്ട്. ഏത് മരുഭൂമിയാണോ ആമേൻ ഇസ്മായേലിനെ തന്റെ സന്തതിയെ ഒതുക്കുവാൻ വേണ്ടി നോക്കിയത്, മരുഭൂമി പറഞ്ഞ് ഇനി അപ്പുറത്തെത്തിക്കത്തില്ല, കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോ ബാലൻ മരിക്കും, ഈ മണലിൽ അവനെ കുഴിച്ചിട്, അക്കരെ പോകാൻ അനുവദിക്കത്തില്ല, ഈ ആമേൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോകത്തില്ല എന്ന് മരുഭൂമി ആമേൻ വെല്ലുവിളിക്കുമ്പോ, വെല്ലുവിളിച്ച മരുഭൂമിയിൽ അവൻ സ്തോത്രം വേറൊരു ഭാഗത്ത് പറയുന്നു, അവൻ വില്ലാളിയായി വളരുവരുടെയായി തീർന്നു. എന്റെ തലമുറ, നിന്റെ തലമുറ എവിടെ ഒതുക്കുവാൻ വേണ്ടി പിശാച് നോക്കുന്നുവോ, ആമേൻ കൃപ ലഭിച്ച ഹാഗറേ, അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ട ഹാഗറേ, നിന്റെ തലമുറയെ ഒതുക്കുവാൻ മരുഭൂമിക്ക് പറ്റത്തില്ല. വെള്ളക്കാലം ഇല്ലെന്ന് വരാം, തുരുത്തി കാലിയായെന്ന് വരാം, വലിച്ചെറിയേണ്ട തുരുത്തിയെ നീ പിന്നെയും കൊണ്ടു നടന്നതിപ്പോ ആമേൻ മനസ്സിനകത്ത് ചോദ്യങ്ങൾ വരും. കാലി തുരുത്തി എന്തിനാ? അബ്രഹാം തന്നുവിട്ട വെള്ളം തീർന്നു, ഇനി ഇത് വച്ചിട്ട് കാര്യമില്ല എന്ന് ഒരു പക്ഷേ ഹാഗർ ചിന്തിച്ച് അതിനെ ഉടച്ചു കളഞ്ഞില്ല, അതിനെ മാറ്റിക്കളഞ്ഞില്ല. കാലിത്തുരുത്തിയും പ്രതീക്ഷയറ്റവളായി അവൻ ആശ്രയമായിട്ട് തന്റെ കയ്യിൽ തുരുത്തി. മകൻ പോലുമില്ല, മകൻ പിടയുക വെള്ളത്തിന് വേണ്ടി. ഇന്ന് പകൽക്കാലം എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ഉറവ തുറന്നിട്ടുണ്ട്. അടയപ്പെട്ടത്, മണ്ണിട്ട് മൂടിയത്, ഉയർന്നു വരത്തില്ലെന്ന് പറഞ്ഞത്, തലമുറയെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചത്, ആമേൻ ആമേൻ നശിക്കുക ഇപ്പൊ തീരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇല്ല ഇല്ല ഇല്ല, ആദർശ മണ്ഡലത്തിൽ ചിലത് നടക്കുക, ഒരത്ഭുതം അവിടെ നടക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുക. ആ പ്രവൃത്തിയെ തടയുക ഒരു മനുഷ്യനും കഴിഞ്ഞില്ല, ഒരു വ്യക്തിക്കും കഴിയാതിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ പറഞ്ഞു, പ്രൈസലോ, ഇല വാടിപ്പോകത്തില്ല, കാറ്റടിച്ചു കേട്ടോ, ആമേ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ നടക്കുമ്പോ ഹല്ലേലൂയ ഇല വാടിപ്പോയെന്ന് ലോകം പറഞ്ഞു. പക്ഷെ പറഞ്ഞോട്ടെ, ഇല വാടാതെ അവൾക്ക് വേണ്ടി നീരുറവ തുറന്നത്, അവൾ കാണുവളുടെ കണ്ണു തുറന്ന്. ഇന്ന് പകൽക്കാലം ചില കണ്ണുകൾ തുറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനെ കാണുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയതിനെ കാണുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചതിനെ കാണുക. ഇപ്പൊ നോക്കുമ്പോഴെല്ലാം ശൂന്യമാണ്, ഇപ്പൊ നോക്കുമ്പോഴെല്ലാം വട്ടപൂജ്യത്തിൽ നിൽക്കുക. ഇല്ല, വട്ടപൂജ്യത്തിൽ നിന്ന് നിന്നെ ഹീറോയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നീ സീറോയാ, ഇന്ന് ആമൻ ശൂന്യമാ, പക്ഷെ നിന്റെ വല നിറയോ, നിന്റെ പടക് നിറയോ, പെരുത്ത മീൻകൂട്ടം നിന്റെ വലയ്ക്കകത്ത് വരും. അടുത്തുള്ള പടകുകാരൻ ആടി വിളിക്കത്തക്കവണ്ണം റിബന ശമന് ഒരു നിറവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. വചനത്തെ വിട്ടുമാറരുത്. എന്ത് വിട്ടുമാറിയാലോ ദൈവത്തെയും വചനത്തെ വിട്ടുമാറരുത്. ഒന്ന് തീരുമാനത്തോടെ എടുത്തു വരാവോ? ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളണം. ആ 4-ാം അധ്യായം 1 മുതൽ വീട്ടിലിരുന്ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുക. അതിനകത്ത് വലിയൊരു നോട്ട് അതിനകത്ത് നമുക്ക് തയ്യാറാക്കുവാനുണ്ട്. ഒന്നാമത് അവിടെ പറയുന്ന ഒരു കാര്യം, വചനത്തെ എവിടെ സംഗ്രഹിക്കണം? ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ആ വചനം സംഗ്രഹിച്ചു വയ്ക്കണമെങ്കിൽ ഹൃദയത്തിനകത്തിരിക്കുന്ന അഴുക്കിനെ, ഹൃദയത്തിനകത്തിരിക്കുന്ന വെറുപ്പിനെ, ഹൃദയത്തിനകത്തിരിക്കുന്ന കയ്പിനെ,
ഹൃദയത്തിനകത്തിരിക്കുന്ന കോപത്തെ, ഹൃദയത്തിനകത്തിരിക്കുന്ന വിദ്വേഷത്തെ എല്ലാത്തിനെയും പുറത്താക്കണം. ഈ വചനം അകത്ത് സംഗ്രഹിച്ചു വയ്ക്കണമെങ്കിൽ ഇത് വെറുതെ ഇരിക്കത്തില്ലെന്ന്. അതിനവിടെ അവൻ ഒരു ഉറപ്പോടെ നിർത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധമാകണം. വചനത്തെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. അവൻ ഇന്ന് ഒന്ന് പറ, കർത്താവേ, നിന്റെ വചനത്തെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാനുള്ള ആത്മീക ശക്തി എന്റെ മേൽ പകരണമേ, ആത്മീയ കാഴ്ചപ്പാട് എന്റെ മേൽ ഒന്ന് പകരണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹൃദയത്തിനകത്ത് പലതും ഇങ്ങനെ അല്ലെങ്കിൽ കൂട് കെട്ടിയിരിക്കുക. ആ കൂടുകളൊക്കെ പൊളിച്ചിട്ട് പറ, അങ്ങയുടെ വചനത്തെ ഹൃദയത്തിനകത്ത് ഒന്ന് സംഗ്രഹിക്കുവാൻ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, എന്റെ മേൽ അഭിഷേകം പകരണമെന്ന് പറ. അടുത്ത രണ്ടാമതൊരു വചനത്തെ വിട്ടുമാറരുത് മകനെ, അല്ലെങ്കിൽ മകനെ, മകളെ, എന്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. രണ്ടാമത് എന്റെ ഹൃദയത്തിന്റെ വചനത്തെ വിട്ടു മാറരുത്. മൂന്നാമത് പറയുന്നു, അതിനെ ഉപേക്ഷിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഉപേക്ഷിച്ച് കളയരുത്. ഇന്ന് ഞായറാഴ്ച ചർച്ചിൽ പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം കൊണ്ടുപോകാൻ മടിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം നിൽക്കുന്നത്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ചങ്കുറ്റത്തോടെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പരസ്യമായി നടക്കുക, ഹല്ലേലൂയ, മടിക്കാതിരിക്കുന്ന എത്ര പേരിനകത്തുണ്ട്. എന്തിനാ മടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലൊന്നും പരസ്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം കൊണ്ടുപോകാൻ പറ്റുകയില്ല. നാട്ടിൽ നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പലരും അതിനെന്തെന്നു, ഇന്ന് ഫോണിനകത്ത് ബൈബിൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരുന്നവർ പോലും വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവരാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ പറയുന്നു, ഹൃദയത്തിൽ സംഗ്രഹിക്കണോ, വചനത്തെ വിട്ടുമാറരുത്. ഞായറാഴ്ച പൊടി തട്ടിക്കൊണ്ട് വരേണ്ട ഒരു പുസ്തകമല്ലെന്നേ വിശുദ്ധ വേദപുസ്തകം. കുറഞ്ഞത് ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും വചനം ധ്യാനിക്കണോ, വചനം പഠിക്കണോ, വചനം ചിന്തിക്കണോ. നിങ്ങളെ രൂപാന്തരപ്പെടുത്തൂ, നിങ്ങളെ നിർമ്മലീകരിക്കോ, നിങ്ങളെ ശുദ്ധീകരിക്കോ, നിങ്ങളോട് പരിശുദ്ധാത്മാ വചനത്തിലൂടെ സംസാരിക്കോ. അത് മറന്നു പോകത്തില്ല. വർഷങ്ങൾ പഴകിപ്പോയാൽ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം, വചനത്തിനോട് കേൾക്കുന്ന ദൈവശബ്ദം, അത് മാറിപ്പോകത്തില്ല. അത് സ്പഷ്ടമാണ്, അത് വ്യക്തമാണ്, അതിനൊരു മറയില്ല. വചനത്തിൽ ഉറക്കെ, വചനത്തിൽ വിശ്വസിക്ക്. ഹല്ലേലൂയ. അതിനെ ഉപേക്ഷിക്കരുത്. നാലാമത് പറയുന്നത്, അതിൽ നീ പ്രിയം വയ്ക്കണം. ഇന്ന് പ്രിയം വയ്ക്കുവാൻ പലതും നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലേ? പലതിലും നമ്മുടെ സ്നേഹ, ഈ വചനത്തിനോട് എത്ര സ്നേഹം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ക്രിസ്ത്യാനികളാണ്, പെന്തക്കോസ്തുകാരാണ്, അഭിഷേകം പ്രാപിച്ചവരാ, അന്യഭാഷ പ്രാപിച്ചവരാ. പ്രിയം ഏതിലാണ്? എവിടെയാണ് നീ പ്രിയം വെച്ചിരിക്കുന്നത്? നിന്റെ കൂടപ്പിറപ്പുകളിലാണോ, നിന്റെ മക്കളിലാണോ, നിന്റെ ഭർത്താവിലാണോ, നിന്റെ ഭാര്യയിലാണോ നീ ഏറ്റവും കൂടുതൽ പ്രിയം വെച്ചിരിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ കവിഞ്ഞ് എന്തിനെങ്കിലും പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അതിനെ ഒന്ന് മാറ്റിയിട്ട് കർത്താവേ, അങ്ങയുടെ വചനത്തിൽ പ്രിയം വയ്ക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വചനത്തിൽ പ്രിയം വയ്ക്കുവാൻ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തിലൊന്ന് അതിനൊന്ന് സ്നേഹിക്കുവാൻ. എന്നോട് എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 4, അതിൽ പ്രിയം വയ്ക്കും. പ്രിയം വെച്ചാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിന്നെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞു അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. നിന്നെ കാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. അടുത്ത് പറയുന്നുണ്ട്, നീ അതിനെ പ്രിയം വയ്ക്കണം, അത് നിന്നെ സൂക്ഷിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ വചനത്തിൽ പ്രിയം വെച്ച ദൈവം നമ്മളെ വെറുതെ വിടത്തില്ല, ദൈവം നമ്മെ സൂക്ഷിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പൻ നമ്മെ സൂക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട്, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട്, ഇല്ലേ? പക്ഷെ ദൈവം പറയുന്നു, നിന്റെ തലയിൽ നിന്ന് നിലത്തു വീണമേൽ കർത്താവ് പറയണോ, കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം നിന്നെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന ദൈവം നിന്നെ സൂക്ഷിക്കണമെങ്കിൽ, നിന്നെ കാക്കണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നീ പ്രിയം വയ്ക്കണം. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. തീർന്നില്ല. 5 പറയുന്നു, അതിനെ ഉയർത്തണം. ഏതവസരം കിട്ടിയാലും
ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, അതിന് കഴിവുണ്ടായിട്ടല്ല, അറിവുണ്ടായിട്ടല്ല, ബൈബിളിന്റെ പഠനമല്ല. ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാ, കർത്താവേ ഏതവസരം പാടാനാണോ, പ്രസംഗിക്കാനാണോ, സാക്ഷ്യം പറയാനാണോ, എന്തിനാ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. 5 മിനിറ്റ് കിട്ടിയ നിങ്ങൾ മടിച്ചിരിക്കരുത്. ലോകത്തിലെ ഒരു വ്യക്തിയെ ഉയർത്തുന്നതിനേക്കാൾ ഉപരിയായി ജീവൻ തന്ന, ആയുസ് തന്ന, ആരോഗ്യം തന്ന, തെറ്റിൽ കിടന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ച ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ പരം ഭാഗ്യമേറുന്നുള്ളൂ. ഹല്ലേലൂയ. കോവിഡ് വന്ന് മരണത്തോട് മല്ലടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ചുരുക്കമായിട്ടൊന്ന് പറയട്ടെ. മരണഭയം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാ. ആ കോവിഡ് ടൈമില് ഞങ്ങളുടെ ചർച്ചിൽ ചുറ്റുപാടുള്ള ഒത്തിരി പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സാധാരണക്കാരല്ല, കോടീശ്വരന്മാർ. 3 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ 3 ഹോസ്പിറ്റലിൽ നിന്ന് മാറി മാറി ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് അവസാനം ശവപ്പെട്ടിയിൽ അവസാനിച്ച അനേക പേരെ ഞാൻ ആ രോഗിയായ ടൈമിൽ അനേകർ മരണപ്പെടുവാനിടയായി തീർന്നു. സമ്പത്തുള്ളവർ, നോക്കുവാൻ ആൾക്കാരുള്ളവർ, എല്ലാ വസ്തുക്കളും സ്വത്തുക്കളൊക്കെ ഒറ്റയുള്ളവർ, അവരുടെ വസ്തുക്കൾക്കും സ്വത്തുക്കൾക്കും പണത്തിനൊന്നും അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷെ സാധുക്കളായിരിക്കുന്ന അടിയനെ, സാധുവായിരിക്കുന്ന, പക്ഷെ ഞാൻ പറയട്ടെ, ബാങ്ക് ഡിപ്പോസിറ്റ് ഒന്നുമില്ല. 3 കുഞ്ഞുങ്ങളാ. 3ാമത്തെ ആളിന് എനിക്ക് തോന്നുന്നു അന്ന് 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പാസയിലാ താമസിക്കുന്നത്. വളരെ പരിമിതമായ സിറ്റുവേഷൻ. പക്ഷെ ബാക്കി ആർക്കും ആ രോഗം വരാതെ ദൈവം സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. മരണഭയത്തിന്റെ നടുവിൽ കൂടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ ഓരോ രാത്രിയും ചിന്തിക്കും, നാളെ പ്രഭാതം കാണുവാൻ കഴിയത്തില്ല, ഈ രാത്രി നേരം വെളുത്ത് കാണുമോ, ഇരുട്ട് വെളുക്കുമോ എന്ന് മനസ്സിലാണെങ്കിൽ ഭയത്തോടെ വീട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. പക്ഷെ ദൈവാത്മ പറയില്ല, നീ മരിക്കത്തില്ല, ജീവനോടെ യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കോ. ഞാനിങ്ങനെ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ഒത്തിരി അവർ ചെയ്യുന്നുണ്ട്, ട്രിപ്പ് ഇട്ടിരിക്കുക. അങ്ങനെ ഒന്നിങ്ങനെ മയങ്ങി വന്നു. ഞാനൊരു സ്വപ്നം കാണുവാനിടയായി തീർന്നു. ഒരു ചുവന്ന ബാഗും തൂക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി ഇങ്ങനെ യാത്രയ്ക്കുള്ള പുറപ്പാടിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്താ കർത്താവേ? പിന്നെ എന്റെ ചിന്ത, എന്തായാലും മരിക്കാൻ പോവുക, ആ സ്വർഗയാത്രയെ കുറിച്ചുള്ള വെളിപ്പാടായിരിക്കും കണ്ടെന്നുള്ള ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. അടുത്തൊരു ദൈവശബ്ദം പോലെ കേട്ട്, നീ മരിക്കത്തില്ല, നീ ജീവനോടെ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുക. പ്രിയമുള്ളവരെ, ആ മരണത്തിന് ദൈവം എന്നെ വിടുവിച്ചു. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ, അറിഞ്ഞവർ ഫോൺ വിളിക്കുവാനിടയായി തീർന്നു. അനേകർ വന്നു കണ്ടു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അനേകർ എന്നെ ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്ന് നിങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാവോ? ഇന്ന് മരിച്ച് മൺമറഞ്ഞ് എന്റെ ഈ ബോഡി പുഴുക്കൾ കാർന്നു നിന്ന് വെറും ഒരു അസ്ഥി മഞ്ചമായി തീരേണ്ട സ്ഥാനത്ത് ഈ വിശുദ്ധ വേദപുസ്തകവും പിടിച്ച് നിങ്ങളുടെ മധ്യേ എന്നെ ജീവനോടെ ഇരുത്തിയ ദൈവത്തെ നിങ്ങളുടെ മധ്യേ പറഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ വിടുവിച്ച ദൈവത്തെ ഘോഷിച്ചില്ല എങ്കിൽ ആ ദൈവത്തോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം പറയട്ടെ, കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക. നേരത്തെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച പറഞ്ഞ, കർത്താവേ ഞങ്ങൾ കുറയണം, ഞാൻ കുറയണം, ഞാനെന്ന ചിന്ത കുറെ, കർത്താവേ അങ്ങ് വളരണം, എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ മിനിസ്റ്റർ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ. ഈ മിനിസ്റ്റർ അതിനുവേണ്ടി റെസ്റ്റ് ഇല്ലാതെ ഉപയോഗിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല, ഇനിയും ചില സംസ്ഥാനങ്ങൾ, ആരും പോകാത്ത, സുവിശേഷം എത്താത്ത, ബൈബിൾ എത്താത്ത അനേക ഇടങ്ങള് ടീമുകളായി പോകുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. കണക്ട് ചെയ്ത് ചില മീറ്റിങ്ങുകളുടെ അത് ചെയ്യത്തക്കവണ്ണം ദൈവദാസന്മാരെ ഉപയോഗിക്കട്ടെ, എഴുന്നേൽപ്പിക്കട്ടെ. അതിനുവേണ്ടി ചിലത് കൈത്താങ്ങട്ടെ, സാമ്പത്തികമായി സപ്പോർട്ടിന് ദൈവം ഒരുക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെ ചെയ്യുമെന്നുള്ള ചിന്താകുലങ്ങളെ മാറ്റി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവേ. ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതുവരെ കാണാത്തത്, ബുദ്ധിയിൽ വരാത്തത്. ഇത് പടർന്നു പിടിക്കുന്നത് ചെയ്യും. ഈ മിനിസ്ട്രിയെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അസൂയാലുക്കൾ ഒരുമിച്ച് വന്നാലോ, പ്രമുഖന്മാര് മല്ലന്മാര് വന്നാല്
തളർന്നു പോകണ്ട. ദേശം ഒറ്റു നോക്കാൻ പോയവരെല്ലാവരും ഒരുപോലെ പറഞ്ഞത് പ്രയാസമുള്ളതാ, പക്ഷെ കൃപയുള്ളവർ രണ്ടുപേരും പറഞ്ഞു ഇല്ല ഇല്ല, ഇത് ഞങ്ങൾ പിടിക്കും. റാത്താന ശന്തരെ, ഇത് ഞങ്ങൾക്ക് അവകാശമായി ദൈവം തരുമെന്ന് പറഞ്ഞ പട്ടണമാ. ഞങ്ങളുടെ കാലെടുത്ത് വയ്ക്കുകയാണ്. ഹെബ്രോൻ മല പിടിക്കുക, ഒരു കാലേബിനെ എഴുന്നേൽപ്പിച്ചതുപോലെ. ദൈവം ഒരുക്കട്ടെ, ടീമിനെ ദൈവം ഒരുക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. വിശ്വാസത്തോടെ കാൽ ചുവടുകൾ വയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. വേഗം പോകട്ടെ. ആമേൻ. അതിനെ ഉയർത്തണം, എന്നാൽ അത് നിന്നെ ഉയർത്തുവാനിടയായി തീരും. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ ആമേൻ. ആറാമത് പറയുന്നുണ്ട്, അതിനെ ആലിംഗനം ചെയ്യണം. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. നീ മാനത്തിനു വേണ്ടി, പുകഴ്ചയ്ക്ക് വേണ്ടി പുറകെ ആരുടെ റെക്കമെൻഡേഷന് വേണ്ടി പോകണ്ട. ആമേൻ. മാന്യത നിനക്ക് വരണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി. റാത്തേ രായപ്രമാണത്തെ ആലിംഗനം ചെയ്ത്, ഇതിൽ പ്രിയം വെച്ച് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് അൽക്കം ശബ്ദര് ഇതിനെ ഉയർത്തി. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നീ മുന്നോട്ട് പോയാ നിനക്ക് മാനം വരുത്തൂ. ഈ വിശുദ്ധ വേദപുസ്തകം നിനക്ക് മാന്യത വരുത്തൂ. ഏതോ ഹോബേദിന്റെ ഭവനത്തിനകത്ത് 3 മാസക്കാലം പെട്ടകം ഇരുന്നപ്പോ ആ വീടിന്റെ സ്ഥിതിയെ മാറ്റി. ഒരു ഭാഗത്ത് ശാപമായി തീർന്നപ്പോൾ മറുഭാഗത്ത് അത് അനുഗ്രഹമായി തീർന്നു. ഈ പെട്ടകം നിന്നെ ഉയർത്തുന്ന പെട്ടകമാ. ഈ പെട്ടകം നീ ചുമന്ന നിന്നെ കൊണ്ട് പറ്റുകയില്ലെന്ന് പറയുന്ന സമയത്ത് ഈ പെട്ടകം നിന്നെ ചുമക്കോ. ഇത് വിശ്വസ്തയോടെ ആര് കൈകാര്യം ചെയ്യോ? അൽക്കമന ശന്തരെ, ഇത് പത്യമാണ്. ഇതിന്റെ ഉപദേശങ്ങൾ ആര് അനുസരിക്കുക? അവർ എങ്ങനെയെങ്കിലും പോയാൽ നടക്കത്തില്ല. നീ പോകേണ്ടുന്ന റൂട്ടിനകത്തുണ്ട്, നീ സംസാരിക്കേണ്ട വിധം ഇതിനകത്തുണ്ട്. നീ കുടുംബത്തിനകത്ത് എങ്ങനെ ആയിരിക്കണം, വീട്ടിൽ എങ്ങനെ ആയിരിക്കണം, ഭാര്യ എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, ഭർത്താക്കന്മാർ എങ്ങനെ ആയിരിക്കണം, ഇടയന്മാർ എങ്ങനെ ആയിരിക്കണം, ഉപദേഷ്ടാക്കന്മാർ എങ്ങനെ ആയിരിക്കണം, അധ്യക്ഷന്മാർ എങ്ങനെ സകലതും പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകം. 40-ൽ പരം എഴുത്തുകാർ 1600 വർഷങ്ങൾ കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതി. പരിശുദ്ധാത്മാവാണ് ചൂക്കാൻ പിടിച്ചത്. ഒന്നും ഇണയില്ലാത്ത വചനങ്ങൾ ഇല്ല. ഇതിന് ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്ത് അനേകർ എഴുന്നേറ്റ് വന്നു. അവന്റെ ചരിത്രത്തെ ദൈവം കീറിക്കളഞ്ഞു. ഇന്നും ഈ പുസ്തകം ഇന്നും വിവിധ ഭാഷകളിൽ, വിവിധ ലിപികളിൽ വിറ്റഴിയപ്പെടുന്ന പുസ്തകമുണ്ടെങ്കിൽ നാം ഉയർത്തുന്ന, നാം പ്രസംഗിക്കുന്ന, നമ്മെ ഇതിലോട്ട് കൊണ്ടുവന്ന ഈ വിശുദ്ധ വേദ പുസ്തകമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇത് പകൽക്കാലം പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് വിട്ടുമാറാതെ മുമ്പിലോട്ട് കർത്താവേ ഈ വചനത്തെ ധ്യാനിക്കുക. യോശുവയോട് ചോദിച്ചാൽ യോശുവയുടെ പുസ്തകം വേഗം എടുത്തേ. അതിന്റെ 1-ാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോഴത്തേന് അവിടെ ഒരു ഭാഗം പെട്ടെന്ന് ചിന്തയിൽ വന്നു. സ്തോത്രം. 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. കർത്താവ് യഹോവയായിരിക്കുന്ന ദൈവം യോശുവയോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? നീങ്ങിപ്പോകരുത്. നിന്റെ വായിൽ എന്തും പറയാനുള്ള ഒരു ആയുധമല്ല നിന്റെ നാവെന്ന് പറയുന്നത്. നിന്റെ വായിൽ എപ്പോഴും ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ ഉണ്ടായിരിക്കണം. ലോകത്തിലെ സിനിമ പാട്ടുകളല്ല, ലോകത്തിലെ കുറ്റം പറച്ചിലുകളല്ല, ലോകത്തിലെ ഇൻപങ്ങളല്ല നിന്റെ വായിൽ വരേണ്ടത്. ശാപമല്ല വരേണ്ടത്. വായിൽ വരേണ്ട ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. യോശുവയോട് പറയുന്ന ഒരു ഭാഗമാണ് നിന്റെ വായിൽ നിന്ന് ഈ പുസ്തകത്തിനകത്തുള്ളത് നീങ്ങിപ്പോകരുത്. തീർന്നില്ല. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്. കണ്ടോ, അത് പുറത്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് ബൈബിൾ വായിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. ഇന്ന് ചില ഭാഗങ്ങൾ വായിച്ചാൽ ചിലതൊന്നും നമുക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ട് പലതും. പക്ഷെ നമ്മൾ ആ ഭാഗവുമായി ഇരിക്കുമ്പോൾ കർത്താവേ ഇതിന്റെ പൊരുളൊന്ന് തിരിച്ചു തരുമാറാകണമേ. എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ കൃത്യമായി ദൈവാത്മാ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെ നീങ്ങിപ്പോകരുത്. തീർന്നില്ല. അടുത്തും പറയുന്നു എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രവാചകനെ നമ്പർ തേടി പോകണ്ട, പ്രവാചകന്റെ വീട് തേടി പോകണ്ട. ആ സമയം കൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിന് നിന്റെ വായിലോട്ടൊന്ന് സംഗ്രഹിക്ക്, നിന്റെ ഹൃദയത്തിനകത്തോട്ടൊന്ന് ഇട്ടുപെടുക്ക്. തീർന്നില്ല. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഉണ്ടോ?
ആ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ചുമ്മാ അല്ല അവിടെ നിൽക്ക്, ചന്ദ്രാനി അവിടെ നിൽക്കെന്ന് ഒരു ഭക്തൻ, ഒരു മനുഷ്യൻ പറഞ്ഞപ്പോ ചലിക്കാതെ കത്തി ജ്വലിക്കുന്ന സൂര്യൻ അവിടെ നിന്നതിന്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു യഹോവയുടെ ന്യായപ്രമാണ പുസ്തകത്തിനകത്തുള്ളത് ആ പറഞ്ഞ നാവിന്മേൽ ഉള്ളത് കൊണ്ട് പ്രകൃതിയുടെ മേൽ എത്ര പേർക്ക് അത് ദൂത് മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. ഉച്ച സമയത്ത് കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ മുഖത്തല കണ്ണുപോലും കുറച്ചു നേരം നോക്കുമ്പോ തന്നെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ സൂര്യനെ നോക്കി ആ വാഗോണ്ട് യോശുവയുടെ വാഗോണ്ട് വിളിച്ചു നിൽക്കാൻ പറഞ്ഞു അവിടെ. അതല്ലേ ചലിച്ചില്ല. അതിന്റെ പിന്നിൽ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള 1-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നെക്കാളും അറിവും കഴിവുള്ള ദൈവദാസനകത്തുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവാത്മം എന്റെ ഉള്ളിനകത്ത് ഇട്ടത് കാര്യമാ. വെറുതെയല്ല സൂര്യൻ അവിടെ നിന്നത്. ന്യായപ്രമാണ പുസ്തകത്തിനകത്തുള്ളത് രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞാൽ ചിലത് നിൽക്കും, പോകാൻ പറഞ്ഞാൽ ചിലത് പോകും. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ സമയത്ത് പ്രഭാതത്തില് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. വചനം നമ്മുടെ ഉള്ളത്തിനകത്ത് ഇരിക്കട്ടെ. ഇത് രാവും പകലും ധ്യാനിക്കണം. ആമേൻ. രാവും പകലും ധ്യാനിച്ചാൽ ഉറങ്ങണ്ടേ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. ആമേൻ. സത്യം പറഞ്ഞാൽ യഥാർത്ഥമായി ഈ വിശുദ്ധ വേദപുസ്തകവുമായി ആരുമില്ലാത്ത റൂമിനകത്ത് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരും ശല്യപ്പെടുത്താനൊന്നുമില്ല. ഈ ബൈബിളുമായിട്ട് ഇരുന്ന് നോക്കിയേ, മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല. അതിന് നേരം വെളുക്കുന്ന അറിയത്തില്ല. അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുമ്പോ കർത്താവേ ആ സഭയെക്കുറിച്ച് അവിടുത്തെ ദൂത് എന്നോട് സംസാരിക്കരുത് പറയുക. ഉള്ള പുസ്തകങ്ങളൊക്കെ അങ്ങനെ നോക്കും കർത്താവേ. പക്ഷെ 2 മണി വരെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോ 2 മണിയായല്ലോ. എന്തെന്ന് ചോദിച്ചാൽ പുതിയ പുതിയ ആശയങ്ങൾ, ദൈവാത്മാവിന്റെ സ്പഷ്ടമായ ഇടപെടലുകൾ. രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാ. ഇവിടെ രാവും പകലും ധ്യാനിച്ച മനുഷ്യനാണ് യോശുവ. അവിടെ പറയുന്നു, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അടുത്ത് പറയുന്ന കാര്യം കൂടെ കാണാതെ ഒന്ന് പഠിക്കണമേ. നിങ്ങളെല്ലാവരും വചനം കാണാതെ പഠിക്കുന്ന വ്യക്തികളാണ് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തോടെ പറയും, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഇന്ന് പല നമ്മുടെ പ്രവൃത്തികൾ സാധിക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ ഈ വചനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വില കൊടുക്കുന്നില്ല. ഇത് വെറുതെയൊക്കെ വായിച്ചു വിടുന്നു, ചടങ്ങിന് വേണ്ടി വായിച്ചു വിടുന്നു. ഒരു പുസ്തകം വായിച്ചില്ലെങ്കിൽ ഇനി പാസ് ചോദിക്കുക എന്നാ പറയേണ്ടതെന്ന് എന്ന് ചിന്തിച്ച് വായിച്ചു വിടുന്നവരുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇത് പ്രമാണിച്ച് നടക്കേണ്ടത് രാവും പകലും ധ്യാനിച്ച നിന്റെ പ്രവൃത്തി സാധിക്കും. നീ എന്ത് പ്രവൃത്തി ചെയ്തുവോ അത് സാധിക്കും. പ്രിയമുള്ളവരെ, അത് സാധിക്കും. അത് സാധിച്ചില്ലെങ്കിൽ വചനം തെറ്റെന്ന് വരും. അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ പ്രഭാതം മുതൽ നമുക്കൊന്ന് പരീക്ഷിക്കാമോ? ഒന്ന് ദൈവമേ, ഈ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുക. ഈ വചനം ഞാൻ പറയട്ടെ, വചനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു റെഫറൻസ് പുസ്തകവും വേറെ ഒന്നുമില്ല. വചനത്തിൽ നിന്ന് സ്പഷ്ടമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ച ദൈവത്തിനകത്ത് എന്നോട് ഇടപെട്ട കാര്യമാ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചില പ്രവർത്തികൾ സാധിക്കാൻ പോവുകയാണ്. ചിലത് നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന് ന്യായ പ്രമാണത്തെ രാവും പകലും ധ്യാനിച്ചാൽ മതി. ചില പ്രവർത്തികൾ സാധിപ്പിച്ചു തരുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. എന്നിട്ട് തീർന്നില്ല, നീ കൃതാർത്ഥനായിരിക്കും. ഹല്ലേലൂയ. തീർന്നില്ല, അടുത്ത് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തില് പ്രിയമുള്ളവരെ, വചനം അല്ലെങ്കിൽ ഇലവാടാത്ത വൃക്ഷം എന്നുള്ള സബ്ജക്റ്റാണ് കേന്ദ്രീകരിച്ച് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ ഇവിടെ കടന്നു വന്നതെങ്കിൽ വചനത്തിൽ സംഗ്രഹിക്കണം. ഒരു ഇല വാടാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ, കൃഷ്ണൻ തട്ടുമ്പോൾ ഹല്ലേലൂയ റിബന ഘടകത്തെ വാടിപ്പോകാതെ ഇല കോട്ടം വരാതിരിക്കണമെങ്കിൽ നീ വചനത്തിൽ വേരൂന്നിരിക്കണം, വചനത്തിൽ നിലനിൽക്കണം. തീർന്നില്ല, ആവർത്തന പുസ്തകം 6:6 കൂടെ വേഗം ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടി ആഗ്രഹിക്കാം. ഒരു നിമിഷം. ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ വായിക്കുന്ന ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. കണ്ടോ, വ്യക്തമായി പറയുന്നു. ഇന്ന് കേട്ടല്ലേ, ഇപ്പൊ കേട്ടു, നാളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക വചനം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുക, ഇന്ന് എന്താ നിങ്ങൾ കേട്ടത്? കഴിഞ്ഞ ഞായറാഴ്ച എന്താ പാസ്റ്റർ പ്രസംഗിച്ചത്? ഏത് സങ്കീർത്തനമാ പ്രബോധിപ്പിച്ചത്? പലരും എന്ന് പറയും. ഹല്ലേലൂയ.
പലരും എന്തെയ്യുന്നില്ല, കേൾക്കുന്ന സമയത്തേ ഉള്ളൂ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ പറവകൾ കൊത്തിപ്പിറക്കിയെടുക്കുന്നു, മുള്ളിനിടയിൽ വീഴുന്നു, പാറസ്ഥലത്ത് വീഴുന്നു. പക്ഷെ നമ്മൾ കേൾക്കുന്ന വചനം എവിടെയാ വീഴുന്നത്? നല്ല സ്ഥലത്ത് വീഴട്ടെ, നല്ല മണ്ണിൽ വീഴട്ടെ, അത് ഫലമുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഹല്ലേലൂയ, എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരിക്കാൻ മാത്രം ചെയ്യരുത്. അടുത്ത് പറയുന്നത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ സംസാരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനം എത്ര മാത്രം ഇന്ന് നമ്മുടെ ഇടയിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പനും അമ്മയും ഒരു ഭാഗത്ത്, മക്കളുടെ വഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചിട്ട് അത് മൂടി വെച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. വല്ലവരുടെ മക്കൾക്കെന്നല്ല പറയും. നമുക്ക് വല്ലവരുടെ മക്കളെയൊക്കെ ഉപദേശിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ഇവിടെ പറയുന്നു, നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് വല്ലതും വേണം. പ്രൈസ് ദി ലോർഡ്. ഒന്നും അറിഞ്ഞുകൂടാ. ദാവീദും ഗോലിയാത്തിന്റെ കഥ മാത്രമേ അറിയാമെങ്കിൽ അത് മാത്രമല്ല ബൈബിളിനകത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരുന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയാം നിങ്ങൾ ഫോൺ നോക്കരുതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അനുസരിക്കത്തില്ല. നമ്മൾ അവിടെ മുമ്പേ മാതൃകയായിരിക്കണം. നമ്മൾ അവിടെ മുമ്പേ വചനം വായിക്കണം. നമ്മൾ വായിക്കുന്നത് കാണണം, മക്കൾ കാണണം. അമ്മമാർ ബൈബിൾ വായിക്കുന്നത് മക്കൾ കാണണം. അമ്മമാർ പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞുങ്ങൾ, മൂന്നാമത്തെ കുഞ്ഞ് എപ്പോഴും ചോദിക്കും, അമ്മയ്ക്ക് എപ്പോഴും പ്രാർത്ഥനയുള്ളൂ, അമ്മയ്ക്ക് എപ്പോഴും ബൈബിൾ വായനയുള്ളൂ. ഒരു കാലത്ത് ചോദിച്ച അമ്മ ഇത് ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബൈബിൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ കുഞ്ഞ്, ഇന്ന് 6 വയസ്സുണ്ട് അവർ വന്ന് ചോദിക്കും, അമ്മ ഇന്ന് ലൈവ് ഉണ്ടോ, ഇന്ന് സൂം ഉണ്ടോ എന്ന് വന്ന് കുറച്ചു നേരത്തെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ ദേവദാസൻ അവിടെ ഇരിക്കുമ്പോ തന്നെ, കർത്താവെ ഇവിടെ ഇത് പറയണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു നിമിഷം റൂമിനകത്ത് കയറി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ കുഞ്ഞു അമ്മ ഇന്ന് സൂം മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മാതൃകയാക്കുമ്പോൾ നമ്മൾ വചനം പഠിക്കുന്നവരായിരിക്കണം. നമ്മളത് കാണാതെ പറയണം. നമ്മളത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. അത് അവരോട് ഉപദേശിക്കണം. ഇവിടെ ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യം, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എപ്പോഴും ഉപദേശിക്കണം. വലുതായി കഴിഞ്ഞ ശേഷമല്ല, കുഞ്ഞായിരിക്കുമ്പോഴേ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഹല്ലേലൂയ. പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തത് വേണം. അത് തീർന്നില്ല, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും, ഹല്ലേലൂയ, വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും വേറെ ഒരു സംസാരം നമുക്ക് വേണ്ട. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് സംസാരിച്ച് തീർന്നില്ല. അവ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മറ്റേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിൽ ഹല്ലേലൂയ. അവൻ വായിച്ച് സഹായിച്ച ആന്റിയോടുള്ള നന്ദി പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ വചനത്തെ നമ്മൾ വിട്ടുമാറരുത്. വചനം, ഹല്ലേലൂയ, ഇത് അനുഗ്രഹമാണ്. ഇത് നീ കയ്യിൽ കെട്ടണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കണം. നീ കണ്ണു തുറക്കുമ്പോൾ വചനം കാണണം. ഇന്ന് വചനം കാണാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല. മടങ്ങി വരട്ടെ. ദൈവസഭകൾ, ദൈവമക്കൾ മടങ്ങി വരട്ടെ. തലമുറകൾ മടങ്ങി വരട്ടെ. വായിക്കുക. ഒരുക്കട്ടെ. നമ്മെ ദൈവത്തോട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്ന ചിലതുണ്ട്. അതെന്താണ് നമുക്ക് തന്നെ അറിയാം. പഴയതുപോലത്തെ വായനയില്ല, പഴയതുപോലത്തെ പ്രാർത്ഥനയില്ല, പഴയതുപോലത്തെ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടതില്ല. എവിടെയൊക്കെയോ മങ്ങിപ്പോയി, എവിടെയൊക്കെയോ കുറഞ്ഞു പോയി. ഇന്ന് പകൽക്കാലം ആറ്റിരികത്ത് നട്ടിരിക്കുന്ന തക്കാലം ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ആയിരിക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് വചനത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഈ നാടുകളിൽ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കും. ശുചിപാസ്റ്ററുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. മിനിസ്ട്രിയെയും കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും, കടന്നു വന്ന ദേവദാസന്മാർ, ദേവദാസിമാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി അധികമായി ഫലം കായ്ക്കുക ഈ ടീമിനെ ഒരുക്കട്ടെ. ഇനിയും അനേക ആത്മാക്കളെ വിടുവിച്ചെടുക്കുക. ദൈവം നിങ്ങളോട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.